സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. 4 ദിവസത്തെ മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ തൃശൂർ ജില്ലയാണ് മുന്നിൽ. 961 പോയിന്റുമായി കണ്ണൂരും പാലക്കാടും തൊട്ടു പിന്നിലുണ്ട്. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം ടൊവിനോ തോമസും ആസിഫ് അലിയും എന്നിവർ മുഖ്യാതിഥികളാകും. ഇപ്പോൾ വിശദാംശങ്ങളുമായി ജോസഫും രേണുകയും ഉണ്ട്. ആദ്യം തന്നെ ജോസഫിലേക്കാണ്. ജോസഫ്, ഈ കലോത്സവം ഇപ്പോൾ 5 ദിവസമായി. ജോസഫ് ആണെങ്കിൽ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയ ഒരാളാണ്. ഈ 5 ദിവസത്തെ കലോത്സവ വിശേഷങ്ങൾ നോക്കുമ്പോൾ ജോസഫിന് അവിടെ ഏറ്റവും വ്യത്യസ്തമായി തോന്നിയത് എന്താണ്? അവിടുത്തെ ഭക്ഷണമാണോ? അതേസമയം തന്നെ ഭാഷയിലും വലിയ വ്യത്യസ്തതയുണ്ട്. അത്തരം കാര്യങ്ങളിൽ എന്തൊക്കെ വ്യത്യസ്തതയാണ് തോന്നിയത്? ഹരിത, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്മനാഭന്റെ മണ്ണിലാണ്, പത്മനാഭന്റെ മുമ്പിലാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ഞാനും രേണുകയും ഉള്ളത്. എന്തായാലും ഹരിത സൂചിപ്പിച്ച കാര്യത്തിലേക്ക് ആദ്യം തന്നെ വരാം. ഏറ്റവും ഹൃദയകാരിയായി തോന്നിയത് ഈ നാടിന്റെ സ്നേഹമാണ്. വന്നിറങ്ങിയപ്പോൾ, ഈ മണ്ണിൽ കാല് ചവിട്ടിയപ്പോൾ മുതൽ സ്നേഹം കൊണ്ട് എല്ലാവരും നമ്മളെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കലയുടെ പൂരം കൊടികെട്ടി കയറുന്ന ആ തുടിയുടെ താളത്തിൽ നമ്മൾ ലയിച്ചു പോവുകയായിരുന്നു. 4 ദിവസം കടന്നുപോയത് അറിഞ്ഞതേയില്ല. മത്സരങ്ങളും മുറുകുന്നു, അതുപോലെ തന്നെ ആവേശഭരിതമായ നിമിഷങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ഒരു ദിവസമായിരുന്നു. രേണുകയുണ്ട്, രേണുകയോടും ചോദിക്കാം, എന്താണ് ഹരിത ചോദിക്കുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് ഈ മണ്ണിലിറങ്ങിയപ്പോൾ? ഈ മണ്ണിലിറങ്ങിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചൊരു കാര്യമുണ്ടായിരുന്നു. പത്മനാഭ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പത്മനാഭന്റെ മണ്ണിൽ വന്നിട്ട് ഇവിടെ നിന്നൊരു ലൈവ് പ്രേക്ഷകർക്ക് കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവസാന ദിവസം അല്ലെങ്കിൽ സമാപന ദിവസമായി ഇന്ന് തന്നെ പത്മനാഭന്റെ മണ്ണിൽ നിന്ന് നമുക്ക് അകത്തേക്ക് ക്യാമറ പ്രവേശനമില്ലെങ്കിലും നമുക്ക് ഒന്ന് തൊഴാനും അല്ലെങ്കിൽ ഒന്ന് സന്തോഷമായ ഒരു രീതിയിൽ തന്നെ ഒരു അവസാനം അല്ലെങ്കിൽ ഒരു സമാപനമായിക്കോട്ടെ എന്ന് കരുതി കലോത്സവ വേദിയായ അവസാന ദിനമായ ഇന്ന്. അപ്പോൾ വളരെ സന്തോഷം. നല്ല രീതിയിൽ നമുക്ക് കലോത്സവം പൊടി പൊടിക്കുന്നുണ്ട്. ആര് കപ്പടിക്കും? പൊടി പൊടിക്കുന്നതിനോടൊപ്പം തന്നെ ഈ മത്സര ചൂടും മുറുകുന്നുണ്ട്. സ്വർണ്ണക്കപ്പ് ആർക്കായിരിക്കും എന്നതിനെ കുറിച്ചുള്ളതാണ് ഏറെ ആകാംക്ഷാഭരിതമായ കാര്യം. എന്തായാലും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഏത് ജില്ലയാണെന്ന് അറിയാം? തൃശ്ശൂര് കപ്പ് എടുക്കും. സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞ എടുക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തൊട്ടു പിന്നിലായി പാലക്കാടും കണ്ണൂരും ഒരേ പോയിന്റാണ്. പാലക്കാടും കണ്ണൂരും പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനം നിലനിർത്തുന്നുണ്ട്. 3ാം സ്ഥാനത്ത് കോഴിക്കോട്. അതായത് ഇത്തവണ കപ്പ് പാലക്കാടിനോ അല്ലെങ്കിൽ ഇത്തവണ കപ്പ് ഒന്നെങ്കിൽ തൃശ്ശൂരിനോ പാലക്കാടിനോ അല്ലെങ്കിൽ കണ്ണൂരിനോ ആകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. എന്തായാലും ഇന്ന് 10 മത്സരങ്ങളാണ് വേദിയിലുള്ളത്. അതിനുശേഷം ഈ സാംസ്കാരിക സമ്മേളനം അടക്കമുണ്ട്, സമാപന സമ്മേളനമുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് വരുന്നത്. മറ്റ് കുറെ അതിഥികൾ കൂടി വരുന്നുണ്ടല്ലേ? മറ്റ് മന്ത്രിമാരും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വി ശിവൻകുട്ടി സാറുണ്ട്. അതോടൊപ്പം നമ്മുടെ സിനിമാ താരങ്ങളായ ടൊവിനോയും ആസിഫ് അലിയെയും കാണാൻ വേണ്ടി മാത്രം ജനസാഗരം എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം മമ്മൂട്ടി ഒരു കളർഫുള്ളായ ഒരു കലോത്സവ സമാപനം ഒരുക്കിയ പോലെ തന്നെ ഈ പ്രാവശ്യം ടൊവിനോയും ആസിഫ് അലിയുമാണ്. അതെ, ടൊവിനോയും ആസിഫ് അലിയും മാത്രമല്ല, ഇവിടെയുള്ള കലാപ്രതിഭകളെ എല്ലാം ഒരിക്കൽ കൂടി കാണാൻ എത്തിച്ചേരുന്നവർ നിരവധിയാണ്. അതായത് കാസർഗോഡിന്റെ അങ്ങേയറ്റം മുതൽ തിരുവനന്തപുരത്തിന്റെ കന്യാകുമാരിയുടെ ഇങ്ങേയറ്റം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അതുല്യ പ്രതിഭകളായിട്ടുള്ള നിരവധി കലാകാരന്മാരാണ് ഇന്ന് ഈ കലോത്സവം അവസാനിക്കുമ്പോൾ ഉടലെടുത്തതും അവർ ഒന്നുകൂടി തച്ചുടച്ച് വാർത്തെടുത്തതും. അതുകൊണ്ട് തന്നെ ഈ അനന്തപുരിയുടെ ഈ മണ്ണിൽ കലാപ്രതിഭകൾക്ക് വലിയൊരു സ്വീകരണം ലഭിക്കും, കലാകാരന്മാരെ അംഗീകരിക്കുമെന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സുരക്ഷയൊക്കെ പോലീസ് ഇപ്പോൾ കർശനമാക്കിയിട്ടുണ്ട്. ശക്തമായ സുരക്ഷകളാണ് ഉള്ളത്. ഒട്ടുമിക്ക മന്ത്രിമാരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. മാത്രമല്ല 9 മണിയോടുകൂടി ആരംഭിക്കുന്ന മത്സരങ്ങൾ 3 മണിയോടുകൂടി അവസാനിക്കും. അതിനുശേഷം 5 മണിയോടുകൂടി ഈ പ്രധാന ആകർഷണ കേന്ദ്രം എന്ന് പറയുന്നത് അത് ഈ സെൻട്രൽ സ്റ്റേഡിയമായി തീരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്രമീകരണങ്ങളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. സംഘാടകരും ഇതിന്റെ നടത്തിപ്പിൽ ഒരു എ ഗ്രേഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു 3 വിഭാഗം ആളുകളുടെ പേര് പറയാൻ പറഞ്ഞ രേണുക ആരൊക്കെയായിരിക്കും പറയാ? സംഘാടകർ ജോസഫിനോട് ഞാൻ അതേ ചോദ്യം തിരിച്ചു ചോദിക്കും. ഞാൻ ഇവിടുത്തെ ഡ്രൈവർമാർ, സംഘാടകർ,
പോലീസ് ഉദ്യോഗസ്ഥർ, ഈ 3 പേരുടെ പേര് ആയിരിക്കും പറയുന്നത്. കാരണം വന്നിറങ്ങിയപ്പോൾ മുതൽ ഡ്രൈവർമാർ ഈ ഇത്രയും വലിയൊരു ടൗണിൽ എവിടെയെങ്കിലും ഒരു ഗതാഗത കുരുക്ക് കണ്ടിരുന്നു? അതെ, അത് തുടക്കത്തിൽ തന്നെ കലോത്സവത്തിന്റെ തുടക്ക ദിവസങ്ങളിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗതാഗത കുരുക്കിനൊരു നിയന്ത്രണം ഉണ്ടോ അല്ലെങ്കിൽ ഒരു നടപടി നമ്മൾ സ്വീകരിക്കുന്നു പറഞ്ഞു. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളും പല വേദികളിൽ ഓടിയെത്തിയിട്ടുണ്ട്. തിരക്കാണേലും നമുക്കാണേലും ഊടുവഴികളാണ്. തിരുവനന്തപുരം ഭാഷയിൽ പറയുവാണെങ്കിൽ ഊടുവഴികൾ അധികമാണ്. വഴികളിലൂടെ സുരക്ഷിതമായ അതിവേഗത്തിൽ കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ള ദൗത്യം പൂർണ്ണമായും ഈ ഡ്രൈവർമാർ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പോലീസ് സുരക്ഷയാണെങ്കിലും അതോടൊപ്പം തന്നെ വളരെ ഗംഭീരമായ അല്ലെങ്കിൽ വളരെ മികച്ച രീതിയിൽ തന്നെ അവരും കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വിവാദമില്ലാത്ത രീതിയിൽ കലോത്സവം അവസാനിക്കാൻ പോകുന്നു. ഈ ചരിത്രത്തിന്റെ താളുകളിൽ എഴുതി വെക്കേണ്ട ഒരു അധ്യായം കൂടി ഈ കലോത്സവത്തോടെ തുറക്കുകയാണ്. വിവാദങ്ങളില്ല, പ്രതിഷേധങ്ങളില്ല, ആർക്കും അസ്വാരസ്യങ്ങൾ ഒന്നുമില്ലാതെ, കളങ്കമില്ലാതെ, കലർപ്പ് ഇല്ലാതെ പോയ ഒരു കലോത്സവം കൂടി പരിസമാപ്തിയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. ഒരു വൈബൻ അല്ലെങ്കിൽ ഒരു പൊളി കലോത്സവം എന്ന് പറഞ്ഞാൽ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കുമ്പോൾ നിലവിൽ ഇവിടെ യാതൊരു വിഷയമില്ല അല്ലെങ്കിൽ ഒരു വിവാദവുമില്ല. മത്സരമല്ല, ഉത്സവമാണ് ശരിക്കും നടന്നത്. അതെ, മത്സരമല്ല, ഉത്സവമാണ്. ഇതിനേക്കാൾ നല്ലൊരു ടാഗ് ലൈനിൽ വിശേഷിപ്പിക്കാൻ തന്നെ പറ്റില്ല എന്ന് തന്നെ തോന്നുന്നു. കലോത്സവം ഒരു ഉത്സവത്തിന്റെ ആവേശത്തില് ചെണ്ടമേളവും അതോടൊപ്പം തന്നെ ഉത്സവ പറമ്പ് പോലാണ് നമുക്ക് തോന്നുന്നത്. ഒരു അമ്പലപ്പറമ്പിലോട്ട് എത്തിച്ചെല്ലുന്ന അതേ ഫീലും പാട്ടും മേളവും. കുട്ടികൾക്കാണെങ്കിലും ഒരു തളർച്ചയോ ഒരു ക്ഷീണമോ ഒന്നുമില്ല. ഒരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അടുത്ത നമ്മുടെ വേദികളിൽ വന്ന് ഡാൻസ് കളിക്കാൻ അവരെ ആവേശമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം നോക്കുവാണെങ്കിൽ ഞാൻ 2017 കലോത്സവത്തിനൊക്കെ പോയ സമയത്ത് എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അവസരങ്ങളും നല്ലോണം വിനിയോഗം ചെയ്യുന്നുണ്ട്. ഈ ശിവൻകുട്ടി ആദ്യം പറഞ്ഞത് ഇത് മാധ്യമ പ്രവർത്തകരുടെ കലാമേളയാണ്, അവരുടെ കൂടി കലാമാമാങ്കമാണ് എന്ന് പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു മാധ്യമങ്ങളുടെ ഇടപെടലും ഈ അനന്തപുരിയോടുള്ള മാധ്യമപ്രവർത്തകരുടെ ഒരു സമീപനം, അല്ലെ? ഇത് എല്ലാ സ്കൂളുകളുടെ ഒരു മീറ്റപ്പും അതോടൊപ്പം തന്നെ എല്ലാ മാധ്യമപ്രവർത്തകരുടെ ഒരു മീറ്റപ്പും കൂടെയാണ്. കാരണം കാസർഗോഡ് നിൽക്കുന്ന ജോസഫ് അഗസ്റ്റിൻ, എറണാകുളത്ത് നിൽക്കുന്ന ഞങ്ങളും എല്ലാം കണ്ടുമുട്ടിയത് ഇവിടെ വെച്ചാണ്. അതെ. അതിനു മുമ്പ് ഇത്തരത്തിൽ ഫോണുകളിലൂടെ മാത്രം ബന്ധമുണ്ടായിരുന്ന ആളുകളാണ്. മറ്റു മാധ്യമപ്രവർത്തകർക്കും അങ്ങനെ തന്നെയാണ്. കലോത്സവം എന്ന് പറയുന്നത് മറക്കാനാവാത്ത അനുഭവമാണ്. പലപ്പോഴും കലോത്സവ വേദികളിലൂടെ വന്നിട്ടുള്ളവരാണ് മാധ്യമപ്രവർത്തകരിലേറെയും. അതുകൊണ്ട് തന്നെ ഇത് ഗൃഹാതുരത്വം ഉണർത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരാൾ, അയാൾ 88 മുതൽ ഇത്തരത്തിൽ കലാരംഗത്തുള്ള ആളാണ്. ഈ കലാകാരന്മാരെ കാണുന്നതിന് വേണ്ടി മാത്രം അവിടെ നിന്ന് 3 ദിവസത്തെ ലീവ് എടുത്ത് വന്നിട്ടുള്ള ആളുകളാണ്. അങ്ങനെ നിരവധി ആളുകൾ ഈ കലാകാരന്മാരെ കാണുന്നതിന് വേണ്ടിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഈ കലോത്സവത്തിന്റെ വിജയത്തിന്റെ രഹസ്യവും ഇതിന്റെ അടിസ്ഥാനവും, അല്ലേ? തീർച്ചയായും. അതോടൊപ്പം തന്നെ എനിക്ക് എടുത്തു പറയേണ്ടത്, ഞാൻ പ്രൊഡക്ഷനിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് MCR-ഉം PCR-ഉം ഒരു കാര്യം പറയായിരുന്നു. നിരന്തരമായ ഒരേ വാർത്തകൾ അല്ലെങ്കിൽ മരണം, ദുരൂഹതയൊക്കെ കേട്ട് അവർക്കും ബോറടിച്ചിരുന്നു. ഇപ്പൊ അവർ ഹാപ്പി ആയിരിക്കും. ഉറപ്പായിട്ടും സ്വിച്ചിങ്ങിൽ ഇരിക്കുന്നവരും MCR-ഉം PCR-ഉം ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കലോത്സവത്തിന്റെ ഒരു മൂഡ് അവർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഓരോരോ ദിവസം ഓരോരോ വെറൈറ്റി പാട്ടും ഡാൻസും. അവിടെയും കലാകാരന്മാരൊക്കെ ഉണ്ട്. അർജുൻ ചേട്ടനൊക്കെ താളമൊക്കെ പിടിച്ചതാണ് ഇപ്പൊ അവിടുന്ന്. ഉറപ്പായിട്ടും ഇപ്പം വളരെ കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാ മാധ്യമ മേഖലയും അല്ലെങ്കിൽ എല്ലാവരും ഈ കലോത്സവത്തെ വളരെ ഒരു ആഘോഷമായിട്ട് അവരവരുടെ വീട്ടിലൊരു ആഘോഷം പോലെ എല്ലാവരും ഇവിടെ എത്തി ഒരു മത്സരം ബുദ്ധിയില്ലാതെ ഒരു ഉത്സവമായി കണ്ട് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് 5 മണിയോടെ തന്നെ സമാപിക്കുകയാണ്. ടൊവിനോ തോമസും ആസിഫ് അലിയും അടക്കമുള്ളവർ ഇവിടെ എത്തുന്നുണ്ട്. VD സതീശൻ, മറ്റു മന്ത്രിമാരും എത്തുന്നുണ്ട്. ഒരു ആഘോഷമാണ്, ആഘോഷത്തിന്റെ അവസാന ദിവസം. എന്നെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ 4 ദിവസം പെട്ടെന്ന് അങ്ങ് പോയി. എനിക്കിപ്പോ ഒരു വിഷമം, കുറച്ച് ദിവസം കൂടെ ശീച്ചോട്ടം സംഭവിച്ചെങ്കിൽ ഇവിടെ നിൽക്കാരെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു സന്തോഷം, കുറച്ച് ദിവസം കൂടെ കലോത്സവം വേണമായിരുന്നു, പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നല്ലേ? അവസാനമായിട്ടൊരു ചോദ്യം, ആര് കപ്പടിക്കും? നിലവിൽ ഇപ്പോൾ തൃശ്ശൂരാണ്. ക്യാമറമാൻ ജിഷ്ണു ചേട്ടന്റെ നാടാണ്, തൃശ്ശൂരാണ്. ഒരു ചിരിയുണ്ട് അവിടുന്ന്. പോയിന്റ് പട്ടികയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ജിഷ്ണു ആണ്. കാരണം കാരണം എല്ലാവർക്കും അറിയാം. കാരണം തൃശ്ശൂരിൽ നിന്നുള്ള ആളാണ്. ഇത്തവണ കപ്പ് തൃശ്ശൂരിന് തന്നെ എടുക്കും, കപ്പ് ഇങ്ങെടുക്കുവാണെന്ന് തന്നെയാണ് ജിഷ്ണു ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പത്മനാഭന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ ജിഷ്ണു ചേട്ടന് അതിയില്ലാത്തൊരു സന്തോഷം കൂടി ഉണ്ടല്ലോ, ആ മുഖത്തൊരു സന്തോഷം കൂടി ഉണ്ടല്ലേ? ഞങ്ങൾ ഈ ക്യാബിൽ കയറുമ്പോൾ പോലും നമുക്ക് ഇത്ര എനർജി ഇല്ല. ഈ അമ്പലത്തിൽ വന്നു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അമ്പലത്തിൽ വന്നു, നമുക്കൊന്ന് സംസാരിക്കാൻ തുടങ്ങി. ഒരു ചന്ദനക്കുറി ഇട്ടതേ ഉള്ളൂ, നമ്മൾ ഹാപ്പിയായി അല്ലേ? ഹാപ്പിയായി. അപ്പൊ വളരെ സന്തോഷകരമായിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇവിടെയുള്ള ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, നമുക്കൊരു ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ പറഞ്ഞോ,
കഴിഞ്ഞോ? ചേട്ടൻ ക്യാമറ കണ്ടപ്പോഴേ ചേട്ടൻ ഓടി, നമ്മൾ ആസ്വദിച്ച് കണ്ടോണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം നമ്മളോടൊപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഒരു കലാകാരിയും കൂടെ ചേരുന്നുണ്ട്. ചേച്ചി പേരെന്താ? പാട്ടൊക്കെ പാടും. തിരുവനന്തപുരം ജില്ലയാണ്. ഇവിടെ തന്നെ. കലോത്സവമൊക്കെ കണ്ടായിരുന്നോ? കണ്ടില്ല, നീ നമ്മളെ കയറ്റിയില്ല കേട്ടോ. ഇപ്പൊ പറ്റും ചേച്ചി, ഇന്ന് ലാസ്റ്റ് ദിവസം ആർക്കാണേലും വരാം. അതെയോ? കലോത്സവത്തിന് അങ്ങനെ മത്സരാർത്ഥികൾ മാത്രമല്ല, എല്ലാവർക്കും വരാം. ഞാൻ നേരത്തെ പോയി, കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ പോയില്ലേ, ആദ്യ ദിവസം പോയപ്പോ പാടാൻ സമ്മതിച്ചില്ല. നമുക്കെന്നാ ഇവിടെ ഒരു അവസരം ഒരുക്കി കൊടുത്താലോ? ചേച്ചിക്ക് എന്നാ ഇവിടെ പാടാം. ഭയങ്കര ഇഷ്ട പാട്ട്. ഒരു പാട്ട് പാടിയാലോ? ഓക്കെ, പാടിക്കും. ഞാൻ പിടിച്ചാ ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മാധവം മാഞ്ഞുപോയി, മാമ്പൂ പൊഴിഞ്ഞുപോയി, പാവം പൂങ്കുയിൽ മാത്രമായി, പണ്ടെന്നു പാടിയ പഴയൊര പാട്ടിൻ്റെ ഈണം മറന്നുപോയി, അവൻ പാടാൻ മറന്നുപോയി, ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ട്, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ട്, നിന്നെ അണിയിക്കാൻ താമര നൂലിന പൊന്നിനുഴയാട തീർത്തു വച്ചു, നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വച്ചു, എൻ്റെ ദൃത്തിലെടുത്തു വച്ചു. സൂപ്പറായിട്ട് പാടിയല്ലോ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പാടുമായിരുന്നു. ഒത്തിരി പൈസ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ സമയങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് കലോത്സവത്തിന് വരത്തില്ലേ? ഇവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഒരു കലാകാരനോ കലാകാരിയോ ഉണ്ട്. അപ്പൊ ഇന്ന് വരത്തില്ലേ സമാപന ദിവസം സെൻട്രൽ സ്റ്റേഡിയം? തീർച്ചയായിട്ടും വരും. വരണം. ഓക്കെ. അപ്പം വളരെ ആവേശത്തോടെ നമ്മളിവിടെ വന്നപ്പോഴും വിചാരിച്ച് പാട്ട് പാടുന്ന ഒരാളെ കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചായിരുന്നു. അതേപോലെ പത്മനാഭൻ നമുക്ക് ഒരു പത്മനാഭൻ നമുക്ക് അങ്ങനെ ഒരു കലാകാരിയും കൂടെ തന്നിട്ടുണ്ട്, ഒരുക്കി തന്നിട്ടുണ്ട്. അതൊക്കെ നിമിത്തമാണ് എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ഇവിടെ നിറസാന്നിധ്യമായി നിൽക്കുന്നത് കലാകാരന്മാരുടെ അനുഗ്രഹ ആശിഷുകളൊക്കെ നേടിയ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ നാടിന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്. അത് ഈ നാടിന് മാത്രം അഭിമാനിക്കാൻ കഴിയുന്ന, എല്ലാ നാടിനും അഭിമാനിക്കാൻ കഴിയുന്നതായിരിക്കും, എങ്കിൽ പോലും ഈ നാടിന് കുറെ കൂടി അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് വന്നുകൊണ്ട് തള്ളിപ്പറയുന്നതല്ല, അത് ഹൃദയത്തിൽ നിന്ന് തന്നെ പറയുന്ന വാക്കുകളാണ്. ഇവിടെ എല്ലാവരിലും ഒരു കലാകാരനോ കലാകാരിയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവരെ കണ്ടെത്താൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ പോലെയുള്ള വേദികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കലോത്സവങ്ങൾക്ക് ഇത്രയേറെ സ്വീകാര്യത ലഭിക്കുന്നതും അത് നിലനിന്ന് പോകേണ്ട ആവശ്യകതയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നതൊക്കെ അല്ലേ. പിന്നെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രധാനമായിട്ടും നാടോടി നൃത്തം, സ്കിറ്റ്, കേരള നടനം, വഞ്ചിപ്പാട്ട്, ഇരുള നൃത്തം, പളിയ നൃത്തം, ഇത്തരം കലകളാണ് ഉള്ളത്. രാവിലെ 9 മണിക്ക് കൃത്യമായി ആരംഭിക്കും. ഒരു 12 മണി, ഒരു 2 മണി, 3 മണിയോടെ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ്. കാരണം 5 മണിക്ക് നമുക്ക് കൃത്യമായും സമാപനം ആരംഭിക്കേണ്ടത്. അതെ, സമാപന സമ്മേളനം 5 മണിയോടുകൂടി തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. ശരി, എന്തായാലും ഇന്ന് അവസാന ദിവസമാണ്. രേണുക, എന്തായാലും MCR ഉള്ളവർ രേണുകയോട് അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ എങ്ങനെയാണോ ആഘോഷിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും ആഘോഷങ്ങൾ നടക്കുന്നത്. എന്തായാലും ഇന്ന് സമാപന ദിവസമാണ്. ടൊവിനോയും ആസിഫ് അലിയും ഒക്കെയാണ് ഇന്ന് സമാപന ചടങ്ങിൽ മുഖ്യാതിഥികളായി എത്തുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക്